PM ശ്രീ പദ്ധതിക്കെതിരെ തിരുവനന്തപുരത്ത് നിയമസഭയിലേക്ക് നടന്ന പ്രതിഷേധ മാർച്ചിൽ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ച സംഭവം വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. AISF, AIYF എന്നീ സംഘടനകളുടെ നേതൃത്വത്തിൽ നടന്ന ഈ പ്രതിഷേധം സർക്കാർ സ്കൂളുകളുടെ നവീകരണത്തിനായുള്ള കേന്ദ്രാവിഷ്കൃത പദ്ധതിയായ PM ശ്രീയിൽ നിന്നും സംസ്ഥാന സർക്കാർ പിന്മാറണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ളതായിരുന്നു. സമരം നടക്കുന്നതിനിടയിൽ മുൻമന്ത്രിയും CPM MLAയുമായ K. രാജൻ പ്രവർത്തകരെ അഭിസംബോധന ചെയ്യുമ്പോഴായിരുന്നു പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചത്. പ്രതിഷേധക്കാർ സമാധാനപരമായി സമരം ചെയ്യുമ്പോഴും മുന്നറിയിപ്പില്ലാതെ പോലീസ് ബലപ്രയോഗം നടത്തിയെന്നാണ് സമരക്കാരുടെ ആരോപണം. പ്രതിഷേധക്കാർക്ക് നേരെ പ്രയോഗിച്ച ജലപീരങ്കിയിലെ വെള്ളം മലിനമായിരുന്നുവെന്ന ആരോപണം നിയമസഭയിൽ പ്രതിപക്ഷം ഉന്നയിച്ചു. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ നിയമസഭയിൽ വെള്ളം നിറച്ച കുപ്പിയുമായി എത്തിയാണ് ഇക്കാര്യം സഭയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. പകർച്ചവ്യാധികൾ പടരുന്ന ഈ സാഹചര്യത്തിൽ മലിനജലം പ്രതിഷേധക്കാർക്ക് നേരെ പ്രയോഗിച്ചത് അതീവ ഗൗരവതരമാണെന്നും ഇത് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. സമരത്തിന് നേതൃത്വം നൽകിയ K. രാജൻ ജലപീരങ്കി പ്രയോഗത്തിൽ പെൺകുട്ടികളുടെ വസ്ത്രത്തിന്റെ നിറം പോലും മാറിയെന്ന് ചൂണ്ടിക്കാട്ടി. ഇത്തരം നടപടികളിലൂടെ പ്രതിഷേധത്തെ അടിച്ചമർത്താനാണ് സർക്കാർ ശ്രമിക്കുന്നത് എന്ന് പ്രതിപക്ഷം കുറ്റപ്പെടുത്തുന്നു. അതേസമയം ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഈ ആരോപണങ്ങൾ നിഷേധിച്ചു. മനഃപൂർവ്വം മലിനജലം ഉപയോഗിച്ചിട്ടില്ല എന്നും വാട്ടർ അതോറിറ്റിയിൽ നിന്നും ശേഖരിച്ച വെള്ളമാണ് ഉപയോഗിച്ചത് എന്നും അദ്ദേഹം വ്യക്തമാക്കി. പഴയ ടാങ്കറുകളിൽ നിന്നോ മറ്റോ വെള്ളം എടുത്തതാകാം വെള്ളത്തിന് നിറവ്യത്യാസം വരാൻ കാരണമായത് എന്നാണ് മന്ത്രിയുടെ വിശദീകരണം. സംഭവം ഗൗരവമായി കാണുന്നുവെന്നും അന്വേഷണത്തിന് കമ്മീഷണർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നും അദ്ദേഹം സഭയിൽ ഉറപ്പ് നൽകി. വെള്ളം ലാബിൽ അയച്ച് പരിശോധിക്കുമെന്നും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുമെന്നും മന്ത്രി പറഞ്ഞു. സംഭവത്തെക്കുറിച്ച് ലാബ് പരിശോധനാ ഫലം വന്ന ശേഷം കൂടുതൽ ചർച്ച ചെയ്യാമെന്ന് സ്പീക്കർ വ്യക്തമാക്കി. PM ശ്രീ പദ്ധതിക്കെതിരെ മുൻപും CPI ഉൾപ്പെടെയുള്ളവർ എതിർപ്പുകൾ ഉന്നയിച്ചിരുന്നുവെങ്കിലും നിലവിലെ സാഹചര്യം നിയമസഭയിൽ ഭരണ പ്രതിപക്ഷങ്ങൾ തമ്മിലുള്ള പുതിയൊരു പോർമുഖം തുറന്നിരിക്കുകയാണ്.